എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് റബേക്കയുടെ എൻട്രിയാണ്. ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ കാണിക്കുന്നത് പുതിയൊരു സീരിയൽ എങ്ങനെയാണോ തുടങ്ങുന്നത് അതേപോലെ തന്നെയാണ് സീരിയലിൻ്റെ ആദ്യം തന്നെ റബേക്ക വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ദേവി നല്ലത് മാത്രം വരുത്തണേ എന്നാണ് റബേക്ക പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ആ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ രേവതിയുടെ മുഖം തന്നെയാണ്. ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കൂടുതൽ മിസ് ചെയ്യുന്നത് പ്രിയയെ തന്നെയാണ്, നമ്മുടെ രേവതിയെ. അങ്ങനെ റബേക്ക സിന്ദൂരം തൊടുന്നുണ്ട്, പിന്നീട് ചന്ദനവും തൊടുന്നുണ്ട്, പിന്നീട് കോലം വരയ്ക്കുകയാണ്. കോലം വരയ്ക്കുന്ന സമയത്ത് നല്ലൊരു പാട്ടൊക്കെ വെച്ചാണ് കോലം വരയ്ക്കുന്നത്. പാട്ട് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് നമുക്ക് കേൾക്കാനാണ് കേട്ടോ. അങ്ങനെ ഉള്ളിലോട്ട് പോയി ചായ ഇടുന്നുണ്ട്. മോളെ രേവതി എന്ന് രവി വിളിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതാ വരുന്നു അച്ഛ എന്ന് പറഞ്ഞ് ചായ ആയിട്ട് പോവാണ്. അങ്ങനെ ഇതാ ഇവിടെ ഒരു എഴുത്തും കൂടെ ഉണ്ട്, ഇവൾ നമ്മുടെ രേവതി എന്ന്. ഇതിവിടെ എഴുതി കാണിച്ചില്ലെങ്കിൽ നമ്മൾ മറന്നുപോയെങ്കിലോ എന്ന് കരുതിയിട്ടായിരിക്കും. അച്ഛാ ഇതാ ചായ. അല്ല മോളെ, സച്ചി എഴുന്നേറ്റില്ലേ? അയ്യോ അച്ഛാ, സച്ചിയേട്ടൻ എന്നോട് രാവിലെ വിളിക്കാൻ പറഞ്ഞതാ, ഞാൻ വിളിച്ചില്ല, ഞാൻ പോയി വിളിക്കട്ടെ. അങ്ങനെ മുകളിലോട്ട് ചെല്ലുന്നുണ്ട്. മുകളിൽ ചെല്ലുന്ന സമയത്ത് സച്ചി നല്ല ഉറക്കത്തിലായിരിക്കും. സച്ചിയെ കുറച്ചു നേരം ഇങ്ങനെ നോക്കുന്നുണ്ട്. സച്ചിയാണെങ്കിൽ സ്വപ്നം കണ്ടിങ്ങനെ ചിരിക്കുകയായിരിക്കും. സച്ചിയേട്ടാ എഴുന്നേൽക്ക്, സച്ചിയേട്ടൻ ഇന്ന് പോവാനുള്ളതല്ലേ, ഇന്ന് രാവിലെ തന്നെ സവാരിയുണ്ട്, നേരത്തെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങിയാലോ? എനിക്ക് സച്ചിയേട്ടാ. അങ്ങനെ സച്ചിയെ വിളിച്ചുണർത്തുന്നുണ്ട്. സച്ചിയാണെങ്കിൽ കണ്ണു തുറന്ന് നോക്കുമ്പോൾ രേവതിയെ കാണുന്നുണ്ട്. ആദ്യം ഒന്ന് ഞെട്ടാണ്. രേവതി, ഇന്ന് നീ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ. സച്ചിയേട്ടാ, സച്ചിയേട്ടൻ എഴുന്നേൽക്കുന്നുണ്ടോ? ഇന്നല്ലേ സവാരിക്ക് പോണം, എന്നെ നേരത്തെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കിക്കിടക്കുക. എണീക്ക്, നീ ആദ്യം ഇവിടെ വന്നിരിക്കുക. ഇന്ന് ഞാൻ പറഞ്ഞ പോലെ നീ ഒന്നും കൂടെ സുന്ദരിയായിട്ടുണ്ട്. നീ ഇവിടെ ഇരിക്കുക, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അല്ല, സച്ചിയേട്ടൻ സ്വപ്നം കാണായിരുന്നു അല്ലേ? അതെങ്ങനെ മനസ്സിലായി? ഞാൻ വന്ന് നോക്കുമ്പോൾ സച്ചിയേട്ടൻ നല്ല ചിരിയായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി സച്ചിയേട്ടൻ എന്തോ നല്ല സ്വപ്നം കണ്ടിരിക്കുകയാണെന്ന്. നീ ഇവിടെ ഇരിക്കുക, ഞാനൊരു സ്വപ്നം കണ്ടു. അതൊക്കെ പിന്നെ പറയാം. സച്ചിയേട്ടാ പോയി കുളിച്ചേ, സച്ചിയേട്ടന് സവാരിക്ക് പോണ്ടേ? ആ സവാരി ക്യാൻസലായി. ഹോ സമാധാനായി. ഇന്ന് കുറച്ചു നേരം സച്ചിയേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമല്ലോ. ഞാൻ പറയട്ടെ ഞാൻ എന്താ സ്വപ്നം കണ്ടേന്ന്. സച്ചിയേട്ടൻ പറ. എനിക്കൊരു സവാരി കിട്ടി. ലോങ് ട്രിപ്പാ, മൂന്നാറിലോട്ടാണ് കിട്ടിയത്. അങ്ങനെ ജോളി അടിച്ച് ഞങ്ങൾ അങ്ങ് പോവായിരുന്നു. അപ്പണ്ട് നീ വിളിക്കുന്നു. ഞാനോ? നീ വിളിച്ച് എൻ്റെ അടുത്ത് പറയാണേ ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന്. സന്തോഷ വാർത്തയോ? ഞാനൊരു അച്ഛനാവാൻ പോവാണെന്ന് നീ വിളിച്ച് എന്നോട് പറയാ. അപ്പം തന്നെ ഞാൻ അവിടെ വണ്ടി നിർത്തി. അങ്ങനെ അവർക്ക് വേറെ വണ്ടിയൊക്കെ ഏർപ്പാടാക്കി കൊടുത്ത് ഞാൻ നേരെ ഇങ്ങ് വന്നിട്ട് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് പറഞ്ഞാൽ ശരിയാവില്ല. വെറുതെ സച്ചിയേട്ടാ കള്ളം പറയരുത് കേട്ടോ. അല്ല, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ സച്ചി റൂമിന് വെളിയിലോട്ട് പോവാണ്. എന്നിട്ട് വീണ്ടും വരുന്നുണ്ട് ഓടിയിട്ട്. രേവതി, എന്താ സച്ചിയേട്ടാ, ഞാനൊരു അച്ഛനാവാൻ പോവാണോ? അങ്ങനെ ഓടി വന്ന് രേവതിയെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ ഇനി ഞാൻ എന്താ ചെയ്തതെന്ന് കാണിച്ചു തരട്ടെ. അങ്ങനെ രേവതി അങ്ങ് എടുത്ത് പൊക്കി കറക്കുന്നുണ്ട്. കറക്കി കഴിയുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, വേണ്ട സച്ചേട്ടാ, എന്നെ ഇറക്ക്, നിലത്ത് നിർത്ത്, ഞാനിപ്പോൾ വീഴു കേട്ടോ, എന്തൊക്കെയാ കാണിക്കുന്നേ? അങ്ങനെ വീണ്ടും സച്ചി എടുത്ത് കറക്കുന്നുണ്ട്. മതി സച്ചിയേട്ടാ, എന്നെ നിലത്തിറക്ക്. അങ്ങനെ നിലത്ത് നിർത്തുന്നുണ്ട്. എന്തൊക്കെയാ കാണിക്കുന്നേ? അല്ല, ഞാൻ സ്വപ്നത്തില് ഇങ്ങനെയാണ് കണ്ടത്, അതാ. സച്ചിയേട്ടൻ ചുമ്മാ കള്ളം പറയണ്ട. അന്ന് സ്വപ്നം കണ്ട് 4 കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കുട്ടികളൊന്നും വേണ്ട എന്ന് പറഞ്ഞ ആളാ. അത് അപ്പോഴല്ലേ. ഇപ്പൊ എനിക്കൊരു കുഞ്ഞിനെ വേണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്നാ സ്വപ്നത്തിലല്ല, ശരിക്കും ഞാൻ സച്ചിയേട്ടൻ്റെ അടുത്ത് ആ വാർത്ത പറയും. പിന്നെ സച്ചിയേട്ടൻ്റെ അടുത്ത് കള്ളം പറഞ്ഞതാണെന്നൊക്കെ എനിക്കറിയാം. സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞത് ശരിയായിരിക്കും. അത് വാടക കിട്ടി പോകുന്നതായിരിക്കും സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കുക. പക്ഷെ ബാക്കിയൊക്കെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി സച്ചിയേട്ടൻ വെറുതെ പറഞ്ഞതല്ലേ, എനിക്ക് മനസ്സിലായി. വേഗം പല്ല് തേച്ച് വന്നാലേ ഞാനൊരു ഗ്ലാസ് ചായ എടുത്തു വെക്കാം. അങ്ങനെ രേവതി താഴോട്ട് പോകുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, മിടുക്കിയാ, കള്ളം പറയാനൊന്നും പറ്റില്ല, പിടിക്കും. പിന്നീട് കാണിക്കുന്നത് ഫൈനാൻസ് ഓഫീസിൽ നിന്ന് ഇതാ 2 പേര് വരുന്നുണ്ട്. 2 പേര് വന്ന് ചന്ദ്രയുടെ വീടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങള് ഫിനാൻസ് ഓഫീസിൽ നിന്നാ. ചന്ദ്രയുടെ വീടോ? ചന്ദ്രേ? ഞാനോ? അല്ലേ ചന്ദ്രയല്ലേ? അതെ ഞാൻ ചന്ദ്ര തന്നെ. ഞങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നതാ. ഞങ്ങളുടെ കസ്റ്റമർ അല്ലേ, ഒന്ന് തൊഴാൻ വേണ്ടി വന്നതാ. എന്നാ തൊഴുതോളൂ, തൊഴുതിട്ട് വേഗം പൊക്കോളൂ. നിങ്ങളെന്താ കളിയാക്കാണോ? 17 ലക്ഷം രൂപ നിങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് തന്നതല്ലേ. ഞങ്ങളുടെ ബോസ് അപ്പോഴേ പറഞ്ഞതാ നിങ്ങൾ മുങ്ങൽ പാർട്ടിയാണെന്ന്. നിങ്ങളൊന്ന് പതുക്കെ പറയോ, ഞാൻ അങ്ങോട്ട് വരാം പൈസയായിട്ട്. നിങ്ങളിപ്പോൾ പോ. പേടിയാണോ? നാട്ടുകാർ കാണുമെന്ന് കരുതിയിട്ട്? നാട്ടുകാരെ അല്ല, വീട്ടിലുള്ളവരെ പേടി. നിങ്ങളൊന്ന് പോ ദയവ് ചെയ്ത്, ഞാൻ പൈസയായിട്ട് അങ്ങോട്ട് വരാം. വരുമല്ലോ അല്ലേ? എൻ്റെ ബോസ് പറഞ്ഞിട്ടുണ്ട് കൈയോടെ പൈസ വാങ്ങി തിരിച്ചു വരണമെന്ന്.
നിങ്ങളുടെ ബോസ് അതൊക്കെ പറയും. ഞാൻ പൈസയായിട്ട് അങ്ങോട്ട് വരാം, നിങ്ങളൊന്ന് പോയി തരുമോ? അല്ല, എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം, ചൂടുവെള്ളം. വെള്ളോ? എന്നാ നിങ്ങൾ പോയി എടുക്ക്, ഞാനിവിടെ നിൽക്കാം. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നേ? നിങ്ങൾക്ക് പുറത്തുനിന്ന് എങ്ങാനും വെള്ളം കുടിച്ചാൽ പോരെ, ഇവിടെ തന്നെ കുടിക്കണോ? ഹോ, ഒരു ഗ്ലാസ് വെള്ളം തരാനും കൂടെ പറ്റില്ല അല്ലേ? ഹോ, ഞാൻ എടുത്തിട്ട് വരാം. അങ്ങനെ ചന്ദ്ര പോകുന്ന സമയത്ത് രവി വരുന്നുണ്ട്. ആരാ രണ്ടുപേര്? അതെ, അവര് കുറച്ചേ വെള്ളം ചോദിച്ചു. കൊടുക്കണോ വേണ്ടയോ? കൊടുക്ക്. അല്ല, അവരാരാ? വാടക വീട് അന്വേഷിച്ച് വന്നതാ. നിങ്ങളെന്തായാലും അങ്ങോട്ട് പോണ്ടാട്ടോ, ഇവിടെ തന്നെ നിന്നാ മതി. അങ്ങനെ രവി അവരെ രണ്ടുപേരെയും വിളിച്ച് ഉള്ളിലിരുത്തുന്നുണ്ട്. ഉള്ളിലിരുത്തുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വീട് എവിടെയാന്ന്? ഇവിടെ അടുത്ത് തന്നെയാ, പിന്നെ നിങ്ങൾക്ക് എന്തിനാ വാടക വീട്? അങ്ങനെ ചന്ദ്ര വെള്ളമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പറയാണ്, തലയ്ക്ക് അസുഖമുള്ള ആളാണ്, എണീറ്റ് പൊക്കോളാൻ. രവി സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ഭ്രാന്താണെന്ന് തോന്നിയിട്ട് അവര് രണ്ടുപേരും ഇറങ്ങി ഓടുന്നുണ്ട്. വണ്ടിയെടുത്ത് അങ്ങ് പോകുന്നു. ചന്ദ്രയ്ക്ക് സമാധാനാവുന്നുണ്ട്. അല്ല, ഇവരെന്താ ഇറങ്ങി ഓടിയത്? നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? ഹൗ, സമാധാനാവേ. അല്ല, കള്ളന്മാരാണെന്ന് തോന്നുന്നു. രക്ഷപ്പെട്ടുല്ലോ നമ്മള്. രവിയേട്ടൻ വെള്ളം കുടിക്ക്. എനിക്ക് വെള്ളമൊന്നും വേണ്ട, നീ കുടിച്ചോ. അങ്ങനെ ചന്ദ്ര വെള്ളം കുടിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പലിശ കൊണ്ടുപോയി അടയ്ക്കണം, അല്ലെങ്കിൽ വീണ്ടും അയാള് ആൾക്കാരെ എങ്ങോട്ട് അയക്കും. അതിനു മുന്നേ പൈസ അങ്ങോട്ട് കൊണ്ടുകൊടുക്കാം. അങ്ങനെ പൈസയൊക്കെ എടുത്ത് ഇറങ്ങാൻ നിൽക്കുകയാണ് ചന്ദ്ര. റബേക്കയാണെങ്കിൽ നല്ല ഒരുക്കത്തിലായിരിക്കും. ഒരുങ്ങുന്ന സമയത്ത് സച്ചി ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ ഒരു പ്രത്യേക ഒരുക്കൊക്കെ? എവിടേക്കേലും പോകുന്നുണ്ടോ? അതൊക്കെയുണ്ട്. സച്ചേട്ടൻ ഫിനാൻസ് ഓഫീസിലോട്ട് പോവായിരിക്കും അല്ലേ, വണ്ടിയുടെ ഡ്യൂ അടയ്ക്കാൻ? അതെങ്ങനെ മനസ്സിലായി? അതല്ലേ വീണ്ടും വീണ്ടും പൈസ എണ്ണുന്നത്. അപ്പൊ തന്നെ മനസ്സിലാക്കിക്കൂടെ പൈസ കൊണ്ടുപോയി അടയ്ക്കാനാണെന്ന്? അപ്പൊ എന്നെ കുറിച്ചുള്ള എല്ലാം നിനക്ക് അറിയാം. പിന്നെ അറിയാതെ സച്ചേട്ടന്റെ ഭാര്യയല്ലേ ഞാൻ. അല്ല, നീ എങ്ങോട്ടാ പോകുന്നേ? അത് പിന്നെ ഞാൻ അമ്മയെ കാണാൻ വേണ്ടി പോവാ. അത് പിന്നെ ഫോൺ ചെയ്താ പോരെ? എന്തിനാ അങ്ങോട്ട് പോന്നേ? അതല്ല, എനിക്ക് അമ്മയെ ഒന്ന് കാണണം. അന്നിവിടുന്ന് ഒരുപാട് സങ്കടത്തോടെയാ ഇറങ്ങിപ്പോയത്. പിന്നെ ഞാൻ ഫോൺ ചെയ്തിട്ടൊന്നുമില്ല. അമ്മയെ ഒന്ന് കാണാൻ തോന്നുന്നുണ്ട്. അപ്പൊ സച്ചേട്ടൻ എന്നെ അവിടെ ഒന്ന് ഇറക്കി വിട്ടാ മതി. എന്നാ ഞാനും സച്ചേട്ടന്റെ കൂടെ പോരാം. എന്നാ വേഗം വാ, നമുക്ക് ഇറങ്ങാ എന്ന് പറഞ്ഞ് രവിയെ കുട്ടി സച്ചിയും ഇറങ്ങുന്നുണ്ട്. ചന്ദ്ര ഫിനാൻസ് ഓഫീസിലോട്ട് ഇറങ്ങുന്നുണ്ട്. രവിയാണെങ്കിൽ പത്രം വായിച്ചിരിക്കുകയായിരിക്കും. എങ്ങോട്ടാ പോകുന്നതെന്ന് രവി ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഞാനൊന്ന് പുറത്തോട്ട് പോവാ. എവിടേക്കാ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. അത് പിന്നെ ഞാൻ ഭാമയെ കാണാനാ. ഭാമയ്ക്കൊന്ന് സിറ്റി വരെ പോവാനുണ്ട്. ഭാമയുടെ കൂടെ ചെല്ലുമോ എന്ന് ചോദിച്ചു. അവൾക്കാരെയോ കാണാനാ. ഞാനെന്തായാലും പോയിട്ട് വരാം. ഹൗ, സമാധാനം. ഇന്ന് രേവതിക്ക് കുറച്ചു നേരത്തിനൊരു സമാധാനം ഉണ്ടായിരിക്കും. അങ്ങനെ ധൃതി പിടിച്ച് ചന്ദ്ര ഇറങ്ങുന്നുണ്ട്. എന്നാ ശരിയെന്ന് പറഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചി അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അച്ഛാ ഞാനെന്തായാലും ഇറങ്ങാണെന്ന്. മോളെ എങ്ങോട്ടാ? അത് പിന്നെ ഞാനൊന്ന് അമ്മയെ കാണാൻ വേണ്ടി പോവാ. ഞാനും ലക്ഷ്മിക്കൊന്ന് വിളിക്കണമെന്ന് കരുതിയതാ. അന്ന് അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇവിടുന്ന് പോയതല്ലേ. എന്തായാലും മോൾ അവിടെ പോയിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് വന്നാൽ മതി. അല്ല, ഇവിടെ ഒച്ചയും ബഹളമൊന്നും കേൾക്കുന്നില്ലല്ലോ അമ്മയുടെ. അമ്മ ഇവിടെ ഇല്ലേ? അമ്മ ഭാമയുടെ കൂടെ പുറത്തോട്ട് പോയിരിക്കുക. അപ്പം അച്ഛൻ ഒറ്റയ്ക്കുള്ളൂ ഇവിടെ? എന്താടാ, ഞാൻ ചെറിയ കുട്ടിയാ, ഇവിടെ ഒറ്റയ്ക്കിരിക്കാൻ പേടിക്കാൻ? അതല്ല സച്ചി, നിന്റെ വണ്ടിയുടെ കാര്യം എന്തായി? വണ്ടിയുടെ പണിയൊന്നും കഴിഞ്ഞില്ലേ? അത് പോയി ചോദിക്കണം അച്ഛാ. കുറേ ദിവസമായി പോണെന്ന് കരുതിയിട്ട്. ഇന്നൊന്ന് പോയി കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കണം. അച്ഛാ, ഞാനും ഒന്ന് വീട്ടിൽ പോയിട്ട് വേഗം വരാം. വേഗമൊന്നും വരണ്ട, പതിയെ വന്നാൽ മതി. അമ്മയുടെ കൂടെ കുറച്ചു നേരം ഇരിക്കുക, അമ്മയ്ക്കും സന്തോഷാവും. എന്നാ ശരിയെന്ന് പറഞ്ഞ് സച്ചി രവതി ഇറങ്ങുന്നുണ്ട്. ഈ സമയത്ത് അമ്മ ഭാമേൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞിട്ട് അമ്മ ഏതാ അവിടെ നിന്ന് ഫോൺ ചെയ്യുന്നു. അങ്ങനെ ചന്ദ്ര ഭാമയ്ക്ക് വിളിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഒന്ന് ഫിനാൻസ് ഓഫീസിലോട്ട് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ചന്ദ്രേ, ഞാൻ എൻ്റെ മോൻ്റെ കൂടെ അമ്പലത്തിലോട്ട് വന്നിരിക്കുക. നീ തനിയെ പോയാൽ മതി. എന്തോ ഒരു കള്ളത്തരം മണക്കുന്നുണ്ടെന്ന് സച്ചി പറയുന്നുണ്ട്. എന്തായാലും ഭാമാൻ്റെ വീട്ടിലോട്ടല്ലേ, നമുക്ക് അമ്മയും കയറ്റി പോവാ. പിന്നെ ഇതെന്താ ബസ്സാണോ എല്ലാവരും കയറ്റി പോവാൻ? സച്ചി രേവതിയും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ ചന്ദ്ര വേഗം നടന്നു പോവാണ്. അങ്ങനെ രേവതി നീ കയറെന്ന് പറഞ്ഞ് രേവതിയെ കയറ്റി സച്ചിയും പോകുന്നുണ്ട്. സച്ചി നല്ല പാട്ടൊക്കെ പാടിയിട്ടാണ് കേട്ടോ പോകുന്നത്. എന്തേ ഇന്നും വന്നില്ല, നിന്നോടൊന്നും ചൊല്ലില്ല, അനുരാഗം മീട്ടും ഗന്ധർവൻ, നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ. പാട്ട് കേട്ട് രേവതി റേഡിയോ ഓൺ ചെയ്യുന്നുണ്ട് വണ്ടിയിലുള്ള. അതിൽ കേൾക്കുന്ന പാട്ട് കരിമിഴിക്കുരുവിയെ കണ്ടില്ല. അപ്പോ സച്ചി ചോദിക്കുന്നുണ്ട്, ഓഹോ എന്റെ പാട്ട് കേട്ട് ഇഷ്ടമല്ലാത്തോണ്ടായിരിക്കും റേഡിയോ ഓൺ ചെയ്തത്. അയ്യോ അങ്ങനെയൊന്നല്ല സച്ചിയേട്ടാ, എനിക്ക് സച്ചിയുടെ പാട്ടും സംസാരമൊക്കെ ഒത്തിരി ഇഷ്ടാ. അങ്ങനെ പിന്നീട് സച്ചി ഗിയർ മാറ്റുന്ന സമയത്ത് സച്ചിയുടെ കൈന്റെ മുകളിലോട്ട് രേവതി ഇങ്ങനെ കൈ വെക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് അങ്ങനെ ശരത്തിന്റെ കൂട്ടുകാരനിതാ ഇയാളാണ് കേട്ടോ. കൂട്ടുകാരെന്ന് പറയാൻ പറ്റില്ല, ഒരു ഏട്ടൻ. ഇയാൾ ചോദിക്കുന്നുണ്ട്, അപ്പൊ നിന്നെ എല്ലാവരും മുൻപിൽ നാണം കെടുത്തിയല്ലേ? എടുക്കാത്ത പൈസ എടുത്തെന്ന് ആ സ്ത്രീ പറഞ്ഞില്ലേ? അവർക്കിട്ട് നല്ലൊരു പണി കൊടുക്കണ്ടേ? എങ്ങനെ കൊടുക്കാനാ? എന്റെ ചേച്ചി അവിടെയല്ലേ താമസിക്കുന്നത്. നീ എടുത്തെന്ന് പറഞ്ഞ പൈസ നിനക്ക് തന്നെ കിട്ടിയാ എങ്ങനെയിരിക്കും?
എനിക്കെന്നെ കിട്ടാനോ? അതെങ്ങനെ? അതൊക്കെയുണ്ട്, നീ വണ്ടിയിൽ കയറ്. അങ്ങനെ ശരത്തിനെ കൂട്ടി പോകുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ ഓട്ടോയിലിരുന്ന് പറയുന്നുണ്ട്, പെട്ടെന്ന് ഫിനാൻസ് ഓഫീസിൽ എത്തിയാൽ മതിയായിരുന്നു, ഈ പൈസ കൊടുത്ത ഒരു സമാധാനമായെന്ന്. പെട്ടെന്ന് ഓട്ടോ അങ്ങ് നിൽക്കുന്നുണ്ട്. എന്താ എന്താ പറ്റിയെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. നോക്കട്ടെ, എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഓട്ടോയുടെ പുറകിലോട്ട് പോവാണ്. ഈ സമയത്ത് ശരത്തും ആ ഏട്ടനും കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുകയാണ് ആ ഓട്ടോ ഡ്രൈവർ. എല്ലാം സെറ്റാണെന്നായിരിക്കും. അങ്ങനെ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറെ കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.